ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല. ആരാധ്യതയിലുള്ള അള്ളാഹുവിൻ്റെ ഏകത്വം. അത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണ്? തൗഹീദുർ റുബൂബിയ്യത്ത് മക്കയിലെ മുശ്രിക്കുകളും അംഗീകരിച്ചിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണ്. ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അളീം. 7 ആകാശങ്ങളുടെയും മഹത്തായ സിംഹാസനത്തിൻ്റെയും റബ്ബാരാണെന്ന് ചോദിച്ചാൽ അവർ പറയും സയഖൂലൂന ലില്ലാഹ്. അതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനെ മാത്രമേ നേർച്ചയാക്കാവൂ എന്ന് പറഞ്ഞാൽ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. ഒരുപാട് ആരാധ്യന്മാരുണ്ട്, അത് അള്ളാഹുവിൽ മാത്രം ഒതുക്കാൻ പറ്റൂല. പിന്നെയോ ഞങ്ങൾ വലിയകളോടും പ്രാർത്ഥിക്കും, ഞങ്ങൾ നബിമാരോടും പ്രാർത്ഥിക്കും, ഞങ്ങൾ അവർക്കൊക്കെ നേർച്ചയാക്കും, അള്ളാഹിനോടും പ്രാർത്ഥിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അംഗീകരിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മഅബൂദില്ല. ഇത് അംഗീകരിച്ചാൽ പിന്നെ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു ശൈഖിനും നേർച്ചയാക്കരുത്, ഒരു വലിയനും നേർച്ചയാക്കരുത്, ഒരു വലിയൻ്റെ പേരിലും സത്യം ചെയ്തു പറയരുത്.